എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ എറണാകുളത്ത് തന്നെ ഒരു KSU പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഇതുവരെ കുറ്റപത്രം പോലും എത്തിയിട്ടില്ല. ഞാനിത് നേരത്തെ പറഞ്ഞതാണ്, ഞാൻ നിയമസഭയ്ക്കകത്തും കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്. അതായത് ഒരു വിദ്യാർത്ഥി നേതാവിനെ തട്ടിക്കൊണ്ടുപോയി രാത്രി കോളേജ് ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് കട്ടിലിൻ്റെ കാലിൽ കെട്ടിയിട്ട് വെളുപ്പാങ്കര കാലം വരെ മർദ്ദിച്ച കേസിലെ പ്രതിയാണ്. എത്ര ക്രിമിനൽ കേസിലെ പ്രതികളാണ് ആളെ തട്ടിക്കൊണ്ടുപോയതിന്, അല്ലേ? ASF നേതാവ് വനിതാ നേതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും വൃത്തികെട്ട വാക്കുകൾ പറയുകയും ചെയ്തതിന് പ്രതിയായ ആളെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഔട്ട് ഓഫ് ദ വേ വെച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ സാധാരണയൊക്കെ വിദ്യാർത്ഥി സംഘടനകളിലൊക്കെ ഒരു പ്രൊമോഷൻ കിട്ടുന്നത് ഒരു വഴിയുണ്ട്. അതിന് ഇത് എടുത്തു വച്ചിരിക്കുകയാണ്. കാരണം ക്രിമിനൽ സംഘത്തിൻ്റെ തലവൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാകണം എന്നുള്ള നിർബന്ധത്തോടു കൂടിയാണ്. എറണാകുളത്ത് ഞാൻ SFI സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ച് നിങ്ങളോട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഏതൊക്കെ ടൈപ്പ് കേസിലാണ് പ്രതിയെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഈ വിഷയങ്ങളൊക്കെ ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധി, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല, അങ്ങനെ ഈ വിഷയങ്ങളൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സാധാരണക്കാരുടെ ശ്രദ്ധയിലേക്ക് തന്നെ കൊണ്ടുവരുമോ? അതാണല്ലോ ഞങ്ങളിപ്പോൾ വിചാരണ സദസ്സുകൾ UDF കേരളത്തിൽ 140 നിയോജകമണ്ഡലങ്ങളിൽ നടത്തി. ഈ വിഷയങ്ങളാണ് ജനങ്ങളുമായി പങ്കുവച്ചത്. സമരാജ്ഞി ജാഥയിൽ 13 ജില്ലയിൽ ജനകീയ ചർച്ചാ സദസ്സുകൾ, അവിടെ എല്ലാം ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേദനയും വിങ്ങലും വിതുമ്പലും എല്ലാം ഈ സാധാരണക്കാരൻ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ സങ്കടപ്പെടുന്നതാണ്. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർ, അംഗൻവാടിയിൽ വേതനം കിട്ടാത്തവർ, ഈ പാവപ്പെട്ട 2500 രൂപ ശമ്പളവും ഇതുള്ള അംഗൻവാടി ടീച്ചർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലമായിട്ട് അവരുടെ സേവനം പോലും കിട്ടിയിട്ടില്ല. ഒരു വരുമാനമില്ല, വേറെ ഒന്നും കിട്ടില്ല ഒരു സ്ഥലത്തും. കർഷക തൊഴിലാളികൾ അവരുടെ അവരങ്ങോട്ട് അടച്ചാണ് അംശാദായം. അവർ റിട്ടയർ ചെയ്തിട്ട് അവർക്ക് പെൻഷൻ കിട്ടും. അപ്പോൾ ഇത് അടുത്ത ഘട്ടം സമരപരിപാടികളാണ്. ആ സമരപരിപാടികൾ UDF ആവിഷ്കരിക്കും. കേന്ദ്രം സംസ്ഥാനത്ത് നൽകേണ്ട തുക നൽകാത്തത് കൊണ്ടാണ് ഈ പ്രതിസന്ധി, ശമ്പള പ്രതിസന്ധി അടക്കം ഉണ്ടാകുന്നത് എന്നാണ് അല്പസമയം. ഏത് തുകയാണെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഏത് തുകയാണ് കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുക്കാനുള്ളത്? 3100 കോടി രൂപയാണ്. 57,800 കോടി രൂപയാണ് എന്ന് പറഞ്ഞത് കള്ളക്കണക്കാണെന്ന് ഞങ്ങൾ നിയമസഭയിൽ തന്നെ വിളിച്ചത്. അപ്പോൾ അക്കൗണ്ട്സ് പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ട്സ് സബ്മിറ്റ് ചെയ്തിട്ട്, ഓഡിറ്റഡ് അക്കൗണ്ട്സ് സബ്മിറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ എന്താ പറഞ്ഞത്, നമ്മുടെ GST കോമ്പൻസേഷൻ ഒരു 500 കോടി രൂപ ബാക്കി കിട്ടാനുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയാണ് അത് AGയുടെ സിഗ്നേച്ചറിന് വേണ്ടിയിട്ട് AGയുടെ അടുത്തേക്ക് ചെന്നത്. ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് അവിടെ കൊടുത്താൽ അപ്പോൾ പൈസ കിട്ടും. അത് കൊടുക്കുക ആരാ വൈകിച്ച് കേരളം തന്നെയാണ്. അപ്പോൾ അല്ലാതെ പറയുന്ന പണമൊന്നും നമുക്ക് കിട്ടേണ്ട പണമല്ല. നമുക്ക് ഉദാഹരണത്തിന് 5 കൊല്ലം GST കോമ്പൻസേഷൻ സർക്കാർ ഇപ്പോൾ കൂട്ടിയേക്കിട്ട് 57,000 പറയുക. 6ാമത്തെ കൊല്ലം കൂടി കിട്ടിയിരുന്നെങ്കിൽ 12,000 കോടി കിട്ടുമായിരുന്നു. അതെങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് തരാനുള്ള കാശാണ്? അതെങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് തരാനുള്ള പൈസയാണ്? ഇങ്ങനെ ഞാനത് മറുപടി പറയാൻ പോലും പറ്റാത്ത രീതിയിൽ അത് പൊളിച്ചു കൊടുത്താണ്.